ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു വ്ളോഗ് വെച്ചാൽ ഈവനിങ് എടുക്കുന്ന വ്ളോഗാട്ടോ. ഏകദേശം ഒരു 7 മണി സമയം. അതുകൊണ്ട് എനിക്ക് ചില സമയത്ത് കുറച്ച് ഇരുട്ടുണ്ടാവും വീഡിയോയിൽ. പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ നാളായിട്ട് ഞാൻ അവളോട് പറയാൻ നമുക്ക് ഇവിടെ പോകണം. പക്ഷെ എല്ലാ വീക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ തിരക്കായി പോകും. അപ്പൊ ഇവിടെ പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ അവളായിട്ട് പിടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്നത്തെ ശനിയാഴ്ച ഈ ആഴ്ച നമ്മൾ എന്തായാലും ഈ ഒരു റെസ്റ്റോറന്റ് പോകുന്നു. അപ്പം റെസ്റ്റോറന്റ് ദുബായിൽ എവിടെയോ ആണ് റെസ്റ്റോറന്റ്. ഞാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് എന്ത് കഴിക്കാന്നറിയോ? മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ഒരു ട്രെൻഡ് ആയ മുതലേ എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എവിടെയും മാംഗോ സ്റ്റിക്കി റൈസ് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂർ എവിടെയും ഉണ്ട് എന്നൊക്കെ തോന്നുന്നില്ല. നമ്മൾ എന്തായാലും എന്റെ ചുറ്റുവട്ടത്തുള്ള ഹോട്ടലിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഈ റെസ്റ്റോറന്റ് ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ റെസ്റ്റോറന്റ്. അപ്പം ഇവിടുത്തെ ഒരു വ്ളോഗർ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മുതലേ ഞാൻ ഓൾറെഡി ഇവിടുന്ന് മാപ്പിലൊക്കെ നോക്കി എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിട്ട്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. എല്ലാവരും ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ആ ഒരു ഹൈപ്പ് ഉണ്ടാണ് ഞാൻ പോകുന്നത് കഴിക്കാൻ വേണ്ടിട്ട്. രസം ഉണ്ടാവും അറിയില്ല. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ എത്തി. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഏത് ബിൽഡിങ്ങിലാണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ പോയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിത് കുറേ നാളായിട്ട് അന്വേഷിക്കുന്ന എവിടെ കിട്ടും ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന്, നാട്ടിലുണ്ടാവുന്ന സമയത്ത്. പിന്നെ അവിടെ ഒന്നും ഇല്ലാതെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ദുബായി പോയിട്ട് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ദുബായിൽ വന്നിട്ട് കഴിക്കേണ്ട കാര്യങ്ങളും പോകേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ നല്ല ആംബിയൻസ് ആണ്. കുറേ മിറേഴ്സും കുറേ പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അവിടെയുള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ യൂറോപ്യൻസ് ആണ്. അവിടെ എനിക്ക് ഇന്ത്യൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവരെ ലുക്ക് വൈസൊക്കെ എല്ലാവരും യൂറോപ്യൻസ് ആണ്. ഒരു റെസ്റ്റോ ബാർ തന്നെയാണ് സംഭവം. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ് എപ്പോൾ വരും. പക്ഷെ ഒരുപാട് ടൈം എടുത്തു കേട്ടോ. അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി ടൈം ചെയ്ത സമയത്ത് ഞാനും അമലേട്ടനും ഒരു മൊജിറ്റോ ഓർഡർ ചെയ്തു. ഒരു മിൻറ്റ് ഫ്ലേവർ ഉള്ളതാണ്. അത് ഫുൾ ഐസ് ആയിരുന്നു സംഭവം. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പം ഇതാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ലാല. അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂബ് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസ് വന്നു. അപ്പോൾ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സംഭവം ഭയങ്കര വാവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. സാധാ ഒരു റൈസും അതിലൊരു കോക്കനട്ട് മിൽക്കും മാംഗോൻ്റെ ഫ്ലേവറും അത്രേ ഉള്ളൂ. ഭയങ്കര ഒരു നമുക്ക് ഓൾറെഡി നല്ല ടേസ്റ്റ് പരിചയമുള്ളൊരു ടേസ്റ്റാണ് സംഭവം. ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിറങ്ങി. സംഭവം ഇതൊരു ബാർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ സെറ്റപ്പാണ് സംഭവം. ഈ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ഫുഡെല്ലാം. അപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇങ്ങനെ എക്സ്പെൻസീവിന് ഇട്ടിട്ടുള്ളൊരു ഫുഡാണോ വെച്ചാൽ അല്ല, കുഴപ്പമില്ല. ട്രൈ ചെയ്ത് നോക്കാം. അല്ലാണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ വീട്ടിലെ പായസം ഉണ്ടാവില്ലേ, പൂരത്തിനൊക്കെ വെക്കുന്ന പായസം വെച്ചാൽ നമ്മളെ കണ്ണൂർ അങ്ങോട്ട് പൂരമൊക്കെ ഉണ്ടാവും. ഉത്സവമല്ല, വേറെ തന്നെ പൂരം. എന്താ പറയാ പൂരത്തിന്? പൂരം. ആ പൂരത്തിനൊക്കെ ഇങ്ങനെ കാമനെ പറഞ്ഞേക്കുമ്പോൾ വീട്ടിൽ അമ്മ ഒരു പായസം ഉണ്ടാക്കും. ആ ഒരു പായസത്തിന്റെ ടേസ്റ്റേ ഇല്ലൂ. മാങ്ങേനും ആ പായസത്തിനും ടേസ്റ്റ്. അല്ലാണ്ട് വേറെ പുതിയ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടാ. അപ്പം ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര അടിപൊളിയാകുമെന്ന് ഞാൻ പറയില്ല. കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.